വൈകുന്നേരം ഒരു 7:30-8 മണിയോട് അടുത്തൊരു സമയം ഞാൻ ഹോം അപ്ലയൻസസ് കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടി കോഴിക്കോട് നഗരത്തിൽ ഒരു പാർക്കിങ്ങിലേക്ക് പോവാണ്. പാർക്കിങ്ങിൽ ഞാൻ കണ്ട ദൃശ്യം ഇതായിരുന്നു. എൻ്റെ വണ്ടി തൊട്ടടുത്ത് നിർത്തിയപ്പോൾ തന്നെ സത്യത്തിൽ ഈ ദൃശ്യം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ ആലോചിക്കായിരുന്നു, എന്തുമാത്രം മനുഷ്യന്മാരാണ് അല്ലേ. പകല് ഒരുപാട് വെയിലിൽ പണിയെടുത്ത ആളായിരിക്കാം ഇതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പണിയെടുത്ത് തളർന്നിട്ടൊന്ന് കിടക്കാൻ പോലുമുള്ള സ്ഥലമില്ലാതെ ബൈക്കിൽ കയറി ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ തലയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പം എൻ്റെ മക്കളെ ഞാൻ ഓർത്തുപോയി. നമ്മുടെയൊക്കെ മക്കൾക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരച്ഛൻ്റെ അധ്വാനത്തിൻ്റെ കഥയാണ്, ഒരച്ഛൻ്റെ അധ്വാനത്തിൻ്റെ വ്യഥയാണ് എന്ന് ഓർത്തപ്പം എനിക്ക് ഏറെ സങ്കടം തോന്നി. അങ്ങനെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം സമയം കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പർച്ചേസിങ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം എഴുന്നേറ്റ് പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ വീണ്ടും കണ്ടത് ഇങ്ങനെയായിരുന്നു. തൊട്ടപ്പുറത്ത് മറ്റൊരു വണ്ടി കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ കണ്ണാടിയിലേക്ക് ഒരു കാൽ താഴേക്ക് ചാടിപ്പോകാതിരിക്കാൻ ആ കണ്ണാടിയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഉറങ്ങുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയല്ല എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത്, കാരണം ആ ഉറക്ക് തടസ്സപ്പെടുത്തരുതല്ലോ എന്ന് കരുതിയിട്ട്. ഇതുപോലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരില്ലേ നമുക്കിടയിൽ. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് നമ്മൾ എന്ത് കൊടുത്താലാണ് ഇതിനൊക്കെ പകരമാവുക? നമ്മൾ എന്ത് കൊടുത്താലാണ് നമ്മുടെ കടമ നിർവഹിക്കാൻ കഴിയുക?